ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. നമ്മുടെ ഇന്നത്തെ ക്ലാസ് 2ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ്. മലയാളത്തിലെ നമ്മുടെ 6ാമത്തെ പാഠം പറക്കും വീടാണ് കേട്ടോ. നമ്മൾ ആദ്യത്തെ 5 ചാപ്റ്റേഴ്സിന്റെ ക്ലാസ്സുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് നമ്മുടെ 6ാമത്തെ പാഠം പറക്കും വീട്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ 6ാമത്തെ പാഠം പറക്കും വീട്. അപ്പോൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് പേജിൽ കൊടുത്തിരിക്കുന്നത് നോക്കി. ചിത്രം കാണുമ്പോൾ നിങ്ങൾക്ക് എന്താ മനസ്സിലാവുന്നത്? ഒരു വീടുണ്ട്, നല്ല ഭംഗിയുള്ളൊരു വീടുണ്ട്. പിന്നെയോ നിറയെ മരങ്ങളും അതുപോലെ ചെടികളൊക്കെ ഉണ്ട് അല്ലേ. പിന്നെയോ വീടിന്റെ പുറത്തായിട്ട് ആരിയ്ക്കുന്നുണ്ട്? അതെ, 2 കുട്ടികളുണ്ട്. ഒരു കുട്ടി അമ്മൂമ്മന്റെ അടുത്തിരുന്നിട്ട് ചിത്രം വരയ്ക്കണു അല്ലേ. അമ്മൂമ്മയുണ്ട്, അതുപോലെ അമ്മയുണ്ട്, പക്ഷികളൊക്കെ ഉണ്ട് അല്ലേ, പക്ഷികളുണ്ട്. പിന്നെയോ ഒരു പട്ടിക്കുട്ടി, ഒരു നായ ഇരിക്കുന്നുണ്ട്. പിന്നെയോ ഒരു പെൺകുട്ടി എന്ത് ചെയ്യാണ്? നടക്കാൻ പറ്റില്ല അല്ലേ. അപ്പൊ ഇതൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പാഠം വായിക്കാം കേട്ടോ. അപ്പൊ എന്താണത് ഇവിടെ നോക്കിക്കേ. അപ്പൊ നമ്മുടെ 2 പേജിലായിട്ട് 2 കുട്ടികൾ കളിക്കുകയാണ് അല്ലേ. ഇതാണ്ടോ, ഷട്ടിൽ കളിക്കുകയാണ്. 2 പേര് കളിക്കുന്നുണ്ട്. അച്ഛൻ ചെടിക്ക് വെള്ളമൊക്കെ നനയ്ക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? പാഠം വായിക്കാം. മൈലാഞ്ചി മലയിലെ കുഞ്ഞു വീട്, പുലർക്കാല മഞ്ഞും പുതച്ചു നിൽപ്പു, മുറ്റത്ത് ചേലുള്ള പൂക്കളുണ്ടേ, ചുറ്റിലും പച്ചപ്പ് കാവലുണ്ടേ, അച്ഛനും അമ്മയും വീട്ടിലുണ്ടേ, മക്കളുടെ കളിച്ചിരികൾ കൂട്ടിനുണ്ടേ, പാട്ടും പഴങ്കഥ കൂട്ടവുമായി പൂവട്ടി മെടയുന്ന മുത്തശ്ശിയും. അപ്പൊ എന്തൊക്കെയാണ് ചിത്രത്തിൽ കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ പാട്ടായിട്ട് കൊടുത്തിരിക്കുന്നത് അല്ലേ. അപ്പൊ എവിടെയാണ് കുഞ്ഞു വീടുള്ളത്? മൈലാഞ്ചി മലയിലാണ് കുഞ്ഞു വീടുള്ളത്. എന്താ ചെയ്യുന്നത്? നല്ല മുറ്റത്ത് ആരാണുള്ളത്? നിറയെ പൂക്കളൊക്കെ ഉണ്ട്, ചുറ്റിലും പച്ചപ്പുണ്ട് അല്ലേ. അതുപോലെ അച്ഛനും അമ്മയും വീട്ടിലുണ്ട്, മക്കളുടെ കളിച്ചിരികളുണ്ട്, കൂട്ടിനോ പാട്ടും പഴങ്കഥയൊക്കെ പറഞ്ഞുകൊണ്ട് പൂവട്ടി പറഞ്ഞ എന്താണ്? പൂക്കൾ ചെറിയ കൊട്ടാട്ടോ, അത് മെടഞ്ഞുകൊണ്ടിരിക്കുന്ന മുത്തശ്ശിയുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ഈ ചിത്രത്തിൽ കാണാൻ സാധിക്കുന്നത് അല്ലേ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? പാഠം വായിക്കാം. ഞാനാണ് കുഞ്ഞു വീട്, മൈലാഞ്ചി മലയുടെ കിഴക്കേ ചെരുവിലെ കുഞ്ഞു വീട്. എബിയും യാമിയും ജോബിനും എല്ലാം പുറത്തു പോയതാണ്. എത്ര കാലമായി ഞാൻ ഇങ്ങനെ ഒരേ നിൽപ്പ്, ഇനി വയ്യ. വീട്ടുകാർ എല്ലാവരും പുറത്തു പോകുന്നു, അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്നു, മക്കൾ സ്കൂളിൽ പോകുന്നു, ആശുപത്രിയിലും അങ്ങാടിയിലും പോകുന്നു, സിനിമയ്ക്കും നാടകത്തിനും പോകുന്നു, വിരുന്നിനും വിനോദയാത്രയ്ക്കും പോകുന്നു, ഉത്സവങ്ങൾക്കും ആഘോഷങ്ങൾക്കും പോകുന്നു. ഞാൻ മാത്രം ഇവിടെ ഇങ്ങനെ കുറ്റി അടിച്ചതുപോലെ. ഒന്ന് കറങ്ങിയാലോ? പോയാൽ വീട്ടുകാർ വിഷമിക്കില്ലേ? എഴുതി വച്ചിട്ട് പോകാം. അപ്പൊ നമ്മുടെ കുഞ്ഞു വീടിന് സങ്കടം അല്ലേ. എന്ത് ചെയ്യണം? എല്ലാവരുടെയും ഒന്ന് പോയി കാണണം. ഇവരെല്ലാവരും വീട്ടിലുള്ളവരൊക്കെ പുറത്തു പോകുന്നുണ്ട്, എനിക്ക് മാത്രം എവിടെയും പോകാൻ പറ്റുന്നില്ല എന്നുള്ള സങ്കടം അല്ലേ. അപ്പൊ എന്ത് ചെയ്യണം? ഒന്ന് കറങ്ങാൻ പോവാൻ ആര് തീരുമാനിക്കുകയാണ്? നമ്മുടെ കുഞ്ഞു വീട് തീരുമാനിച്ചു. അപ്പൊ അങ്ങനെ ആലോചിക്കുകയാണ് കേട്ടോ. കുഞ്ഞു വീട് ആലോചിക്കുന്നത് എന്താ? എങ്ങനെ പോകും അല്ലേ. എവിടെന്ന് പോകണമെങ്കിൽ ആരും സഹായിക്കണം. അപ്പൊ എങ്ങനെ പോകുന്നു ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് ആര് വരുന്നത്? കാറ്റ് വരികയാണ് കേട്ടോ. കാറ്റ് വരികയാണ്. നടന്നു പോകാനാവില്ലല്ലോ, കാലുകളില്ലല്ലോ, പറന്നു പോകാനാവില്ലല്ലോ, ചിറകുകളില്ലല്ലോ, ഉരുണ്ടു പോകാനാവില്ലല്ലോ, ചക്രവും ഇല്ലല്ലോ, എങ്ങനെ പോകും? ആര് സഹായിക്കും എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുകയാണ് നമ്മുടെ കുഞ്ഞു വീട്. അപ്പോഴാണ് അതുവഴി ആര് വരുന്നത്? കാറ്റ് വരുന്നത് അല്ലേ. കാറ്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ സഹായിക്കാം. കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ട് വന്ന കാറ്റ് പറഞ്ഞു. അങ്ങനെ കാറ്റിന്റെ തോളിലേറി വീട് ആകാശത്തേക്ക് പറന്നുയർന്നു. ഹായ്, എന്തെല്ലാം കാഴ്ചകൾ! കണ്ടോ, വീട് കാഴ്ചകൾ കാണുകയാണ് കേട്ടോ. പറന്ന് കാഴ്ചകൾ കാണുകയാണേ. ചെറിയൊരു പാട്ടാണ് കേട്ടോ. ഇവിടെ വീട് പാടുകയാണ്. തിണ്ടക തിണ്ടകി താരോ തക തെക തക തെയ്തക തെയ്തക താരോ, കാറ്റിന്റെ കൈകളിൽ തൂങ്ങി നീല വാനിൽ പറക്കുന്നു വീട്, പച്ചയിൽ പാൽ നിറം തുന്നി പുഴ വെള്ളക്കര പോലെ മിന്നി, ആരോ വരച്ചതുപോലെ താഴെ നാടൊരു ചിത്രമായി കണ്ടു, തിണ്ടക തിണ്ടക താരോ തക തെയ്തക തെയ്തക താരോ. അപ്പൊ വീട് സന്തോഷത്തോടുകൂടെ പാടുകയാണ് അല്ലേ. ഏതെല്ലാം തരത്തിലുള്ള വീടുകളുണ്ട്? ഇവിടെ ചിത്രം നോക്കിക്കേ. ഏതൊക്കെ തരത്തിലുള്ള വീടുകളാണ് ഉള്ളത്? ഓലമേഞ്ഞ വീട് കാണുന്നില്ലേ? ഇതാ അല്ലെ, ഓലമേഞ്ഞ വീടുണ്ട്. പിന്നെയോ ഓടിട്ട വീടുണ്ട്. പിന്നെന്ത് വീടാ? ഷീറ്റിട്ട വീട്. ഇതാണ്ടോ, ഷീറ്റിട്ട വീടുണ്ട്. പിന്നെന്ത് വീടാണ്? ടെറസ് വീടുണ്ട്. അങ്ങനെ പല തരത്തിലുള്ള വീടെന്ന് പറഞ്ഞാൽ തന്നെ പല തരത്തിലുള്ള വീടുകളുണ്ട് അല്ലെ. ഓല കൊണ്ടുള്ള വീടുണ്ടാവും, ഓട് കൊണ്ടുള്ള വീടുണ്ട്, ഷീറ്റിട്ടിട്ടുള്ള വീടുണ്ടാവും, ടെറസ് വീടുകൾ ഉണ്ടാവും. അങ്ങനെ പല തരത്തിലുള്ള വീടുകളുടെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ കാറ്റിൽ ചിറകേറി ആര് പറന്ന് പോയിരിക്കുകയാണ്? നമ്മുടെ കുഞ്ഞു വീട് പറക്കുകയാണ് അല്ലേ. അങ്ങനെ നമുക്ക് അടുത്ത പേജ് വായിക്കാം.
കാറ്റിന്റെ ചിറകിലേറി വീട് പിന്നെയും മുന്നോട്ട് നീങ്ങി. ഒത്തിരി ഒത്തിരി കാഴ്ചകൾ. മാനമുട്ടി ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ എന്നുവെച്ചാൽ വലിയ വലിയ കെട്ടിടങ്ങൾ കേട്ടോ. സൗധങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? കെട്ടിടങ്ങൾ, വലിയ വലിയ കെട്ടിടങ്ങൾ. നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ. കെട്ടിടങ്ങളുടെ നീണ്ട നിര, എങ്ങും തിക്കും തിരക്കും. അപ്പൊ എന്താണ് കാണുന്നത്? നല്ല നമ്മുടെ വീട് എന്ത് കാണുകയാണ്? മാനമുട്ടി ഉയർന്നു നിൽക്കുന്ന വലിയ വലിയ കെട്ടിടങ്ങൾ കാണുകയാണ്. നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകളും അതുപോലെ നിറയെ എന്താണ് അവിടെ എല്ലാം നിറയെ കെട്ടിടങ്ങളും എല്ലായിടത്തും തിക്കും തിരക്കുമാണ് അല്ലേ. അപ്പൊ എന്താ പറയണത്? ഓ, ഇത്രയും വലിയ വീടോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത്? ഈ കെട്ടിടം എന്താ പറയണത്? ഞാനൊരു വലിയ കെട്ടിടമാണ്, എന്നിൽ ധാരാളം കുടുംബങ്ങൾ താമസിക്കുന്നത്. ഒരു വീടാണോ? അല്ല അല്ലെ, ഒരു വലിയൊരു കെട്ടിടമാണോ? അതിൽ ഒരുപാട് ആൾക്കാർ, ഒരുപാട് കുടുംബങ്ങൾ താമസിക്കുന്നുണ്ടാവും അല്ലേ. കഥയിൽ നിന്ന് കണ്ടെത്തി എഴുതാം. അതായത് ഈ പേജ് വായിച്ചില്ലേ, ഇവിടെ നമ്മൾ കണ്ടെത്തി എഴുതാനാണ് ഇവിടെ പറയുന്നത് കേട്ടോ. എങ്ങനെ വന്ന നമ്മുടെ ഇതുവരെ വായിച്ചു, ഈ പേജ് ഇതുവരെ വായിച്ചു നമ്മള്. അപ്പൊ ഇതുവരെയുള്ള ചില വരികളിലുള്ള വാക്യങ്ങളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ആ വാക്യങ്ങൾ വിട്ടുപോയ വാക്കുകൾ എഴുതുക. എങ്ങനെ വന്ന കാറ്റ് എന്നാ പറയണത്? കുഞ്ഞു വീടിനെ തൊട്ടു തലോടിക്കൊണ്ടുവന്ന കാറ്റ് അല്ലെ, അല്ലെങ്കിൽ തൊട്ടു തലോടിക്കൊണ്ട് മാത്രം എഴുതിയാലും ശരിയാണ് കേട്ടോ. കുഞ്ഞു വീടിനെ എഴുതാതെ തൊട്ടു തലോടിക്കൊണ്ടുവന്ന കാറ്റ് എഴുതിയാലും ഉത്തരം ശരിയാണ്. സൗധങ്ങൾ എങ്ങനെയാണ്? മാനമുട്ടി ഉയർന്നു നിൽക്കുന്ന സൗധങ്ങൾ. ടാറിട്ട റോഡുകൾ എങ്ങനെയാ? നീണ്ടു നിവർന്നു കിടക്കുന്ന ടാറിട്ട റോഡുകൾ. മനസ്സിലായില്ലേ? അടുത്തത്, ഹോ എന്തൊരു ചൂട്, ഒരു മരം പോലുമില്ല, അതാ അവിടെ ഒരു വീട് പണിയുന്നു. അപ്പൊ നമ്മുടെ കുഞ്ഞു വീടിന് ചൂടാവാൻ തുടങ്ങി അല്ലേ. അപ്പൊ നഗരത്തിൽ വന്നതോടുകൂടെ എന്തില്ല, മരം ഒന്നും കാണാനില്ല. അങ്ങനെ അവിടെ ഒരു വീട് പണിയുന്നത് കാണാൻ പോയിരിക്കുകയാണ്. അവിടെ എന്ത് എഴുതാനാ പറയുന്നത്? വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ അന്വേഷിച്ച് കണ്ടെത്തൂ. എന്തൊക്കെ നമുക്ക് എഴുതാം? വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട തൊഴിലുകൾ: വാർപ്പ് പണി, വയറിങ്, പെയിന്റിങ്, എഞ്ചിനീയറിങ്, കൽപ്പണി, മരപ്പണി, അങ്ങനെ ഒരുപാട് പണികളുണ്ട് അല്ലെ. നമ്മൾ വീട് നിർമ്മാണം പറഞ്ഞാൽ ഒരുപാട് പണികൾ, ബന്ധപ്പെട്ട ഒരുപാട് തൊഴിലുകൾ അടങ്ങിയിട്ടുള്ളതാണ് വീട് പണി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അത് കണ്ടെത്തിയിട്ട് ഇവിടെ എഴുതാനാണ് പറയുന്നത്. അടുത്തത്, ചെറിയൊരു പാട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, നമുക്കത് വായിച്ചു നോക്കാം. വീടുമായി ബന്ധപ്പെട്ട പാട്ട് തന്നെയാണ്. വീടുണ്ടാകുവതെങ്ങനെയാ, എങ്ങനെയാ, വിത്ത് മുളച്ചോ, കൊമ്പു തളിർത്തോ, വേരിൽ നിന്നും പൊട്ടി മുളച്ചോ. വീടുണ്ടാകുവതെങ്ങനെയാ, എങ്ങനെയാ, തറ പടുക്കണം, തറ നിറയ്ക്കണം, കട്ടില വെക്കണം, കതകു കൂട്ടണം, ചിത്തേരിട്ടു മിനുക്കിയെടുക്കണം, ചുമരു കെട്ടണം, മേൽക്കൂര വാർക്കണം, ചെത്തി തേക്കണം, തറ മിനുക്കണം, പെയിന്റ് അടിക്കണം, പത്രാസാക്കണം. വീടുണ്ടാക്കുവതെങ്ങനെയാ, അങ്ങനെയാ. നല്ലൊരു പാട്ടാ അല്ലെ. എങ്ങനെയാ വീടുണ്ടാക്കണെന്നാണ് ഇവിടെ പറയുന്നത് അല്ലെ. വീടുണ്ടാക്കുന്ന തറ കെട്ടണം, അതുപോലെ തറ നിറയ്ക്കണം, കട്ടില വെക്കണം തുടങ്ങിയിട്ടുള്ള വീടുണ്ടാക്കുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചെറിയൊരു പാട്ടാണ് നമ്മളിപ്പോ വായിച്ചത്. അടുത്തത്, നമ്മുടെ ഇപ്പൊ കുഞ്ഞു വീട് ഇപ്പോഴും ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കണം കേട്ടോ. തണല് തേടി കുഞ്ഞു വീട് താണു പറന്നു. നിറയെ ഇലകളും പൂക്കളുമുള്ള ഒരു തെച്ചി കുഞ്ഞു വീടിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. വരിവരിയായി പുളിയുറുമ്പുകൾ അവ എന്താണ് ചെയ്യുന്നത്? ഇലകൾ തുന്നിച്ചേർത്ത് കൂടുണ്ടാക്കുന്നു. അപ്പൊ വീടെന്ന് പറയുന്നത് മനുഷ്യർക്ക് മാത്രമുള്ള സംഭവമാണ്, അല്ലെങ്കിൽ മനുഷ്യർ മാത്രം താമസിക്കാൻ ഉപയോഗിക്കുന്നതാണ് വീടെന്ന് പറയുന്നത്. മനുഷ്യർക്ക് മാത്രം ആവശ്യമുള്ളതാണോ? അല്ല അല്ലെ. എല്ലാ ജീവികളും അവർക്ക് ആവശ്യമായിട്ടുള്ള രൂപത്തിൽ എന്ത് ചെയ്യുന്നു? കൂടുകൾ അല്ലെങ്കിൽ വീടുകൾ നിർമ്മിക്കുന്നു അല്ലെ. നമ്മൾ അത് എന്ത് പറയും? കൂടുകൾ എന്ന് പറയും. പക്ഷെ അത് അവരുടെ വീടായിരിക്കും അല്ലെ. അപ്പൊ അതുപോലെ എന്ത് കാണുകയാണ്? കുഞ്ഞു വീട് ഉറുമ്പ് കൂട് കിട്ടുന്നത് കാണുകയാണ് അല്ലെ. ഇലകളൊക്കെ കൂട്ടിച്ചേർത്ത്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇലകളൊക്കെ അങ്ങനെ കൂട്ടിച്ചേർത്തിട്ടാണ് ഉറുമ്പുകൾ എന്ത് ചെയ്യുക? പുളിയുറുമ്പുകളൊക്കെ എന്ത് ചെയ്യുക? കൂടുണ്ടാക്കുന്നത് അല്ലെ. അപ്പൊ അതാണ് നമ്മുടെ കുഞ്ഞു വീട് കണ്ടത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? വരികൾ ചേർത്ത് പാടുന്നതാണ് അടുത്ത ചോദ്യം കേട്ടോ. ഇലകൾ കൂട്ടിയെടുത്തൊരു കൂട് പുളിയനുറുമ്പിൻ കൂടാണ്. വെളുത്ത നൂലാൽ കൊരുത്തെടുത്തത് ചിലന്തി തന്നെ വലയാണ്. ഇലകൾ തുന്നി കൂട്ടിയെടുത്തത് ആരുടെയാ? കുഞ്ഞിക്കുരുവിയുടെ കൂടാണ്. ചുള്ളിക്കൊമ്പും നാരും ചേർത്തത് കറുമ്പിക്കാക്കയുടെ കൂടാണ്. അടുത്തത്, കുഞ്ഞു വീട് നന്നേ ക്ഷീണിച്ചു. വഴി അറിയാതെ കുഞ്ഞു വീടും കാറ്റും വട്ടം ചുറ്റി. പിന്നീട് എന്ത് സംഭവിച്ചിട്ടുണ്ടാകും? അപ്പൊ കുഞ്ഞു വീട് തിരിച്ചു പോലെ വഴി അറിയുന്നില്ല. അപ്പൊ എന്തായിരിക്കും അടുത്തതായിട്ട് സംഭവിച്ചിട്ടുണ്ടാവുക? വിശ്രമിക്കാനായി ഒരിടം അന്വേഷിച്ചിട്ടുണ്ടാകും അല്ലെ. അങ്ങനെ അന്വേഷിച്ച് എവിടെ എത്തി? ഒരു മലയുടെ അടുത്തെത്തി കേട്ടോ കുഞ്ഞു വീട്. ഒരു മലയുടെ നെറുകിൽ കയറി കുടിപ്പാർക്കൽ നോക്കി വീട്. അരുതെന്നു വിലക്കി മലയും ഉരുൾ പൊട്ടാൻ ഇടയുണ്ടേ. അപ്പൊ മലയുടെ മുകളിൽ കയറിയിട്ട് ഇരിക്കാൻ ശ്രമിച്ചപ്പോ മല പറഞ്ഞു അരുത്, അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് വിലക്കി. എന്തുകൊണ്ടാണ്? മല ഉരുൾ പൊട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ശരിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കുഞ്ഞു വീട് വീണ്ടും പറന്ന ഒരു പുഴയുടെ തീരത്തെത്തി. ഒരു പുഴയുടെ തീരം കണ്ടു. കുടിപ്പാർക്കാൻ ചെന്നു വീട്. അരുതെന്നു വിലക്കി പുഴയും. മഴ പെയ്താൽ കര കവിയും ഞാൻ. എന്താണ്? പുഴ പറഞ്ഞു അയ്യോ ഇവിടെ വീട് വെക്കണ്ട, എന്താണ് മഴ പെയ്തു കഴിഞ്ഞാൽ ഞാൻ കര കവിഞ്ഞ് നിറയും എന്ന് പറഞ്ഞു. അങ്ങനെ അവിടെയും നിൽക്കാൻ പറ്റാണ്ടായി.
കാടിന്റെ നടുക്കൊരു ദിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടിപാർക്കാൻ നോക്കി വീട് അരുതെന്ന് വിലക്കി കാട് തകതേക തകതേതക തകതേതകതേതകതേത തകതേതകതേതകതേത. അപ്പൊ എന്താണ്, കാടിനുള്ളിൽ പോയിട്ട് വീട് വെക്കാൻ നോക്കി, അവിടെ കാട് പറഞ്ഞു ഇവിടെ വീട് വെക്കരുതെന്ന് പറഞ്ഞു അല്ലെ. അങ്ങനെ അതും സാധിച്ചില്ല. നമ്മുടെ കുഞ്ഞു വീട് വീണ്ടും ആകാശത്ത് ഇങ്ങനെ പറന്ന് നടക്കുകയാണ്. അപ്പൊ ചെറിയൊരു പാട്ടാണ്, ഒന്നുകൂടെ വായിക്കാം. ഒരു മലയുടെ നെറുകിൽ കയറി കുടിപാർക്കാൻ നോക്കി വീട് അരുതെന്ന് വിലക്കി മലയും ഉരുൾ പൊട്ടാൻ ഇടയുണ്ടേ. ഒരു പുഴയുടെ തീരം കണ്ടു കുടിപാർക്കാൻ ചെന്നു വീട് അരുതെന്ന് വിലക്കി പുഴയും മഴ പെയ്താൽ കരകവിയും ഞാൻ. കാടിന്റെ നടുക്കൊരു ദിക്കിൽ വൃക്ഷങ്ങൾക്കിടയിൽ ചെന്ന് കുടിപാർക്കാൻ നോക്കി വീട് അരുതെന്നു വിലക്കി കാട് തകതേതകതേതകതേത തകതേതകതേതകതേത. നമ്മുടെ ചോദ്യങ്ങൾ നോക്കൂ. കാടിന്റെ നടുവിൽ വീട് വയ്ക്കരുതെന്ന് കാട് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? എന്തുകൊണ്ടാ? വന്യമൃഗങ്ങൾ ആക്രമിക്കാൻ ഇടയുണ്ടാകാം, അതുകൊണ്ടാണ് കാടിന്റെ നടുവിൽ വീട് വയ്ക്കരുതെന്ന് കാട് പറഞ്ഞത്. ഇവിടെ വീട് വയ്ക്കരുതെന്ന് പുഴ പറയാൻ കാരണം എന്ത്? മഴ പെയ്താൽ പുഴ കരകവിയും, വീട്ടിൽ വെള്ളം കയറും, അതുകൊണ്ടാണ് ഇവിടെ വീട് വയ്ക്കരുതെന്ന് പുഴ പറഞ്ഞത്. അടുത്തത്, മലയുടെ മുകളിൽ കുടിപാർക്കാൻ നോക്കി വീടിനോട് മല പറഞ്ഞത് എന്താണ്? അരുതെന്ന് വിലക്കി ഉരുൾ പൊട്ടാൻ ഇടയുണ്ടെന്ന് പറഞ്ഞു. അടുത്തത്, ഇപ്പൊ കുഞ്ഞുവീട് വീണ്ടും പറന്ന് പോവാണല്ലേ. പറന്ന് അവർ ചെന്നെത്തിയത് ഒരു സ്കൂൾ മുറ്റത്ത്. ഇനി മുന്നോട്ട് ഒരടി വയ്യ. കുഞ്ഞു വീടിനെ കാണാതായ സങ്കടത്തിലാണ് യാമി സ്കൂളിൽ എത്തിയത്. മുറ്റത്തെ ആരവം കേട്ട് അവൾ അങ്ങോട്ട് ഓടി. എന്തൊരു അത്ഭുതം! മുറ്റത്തതാ കുഞ്ഞു വീട്. കുട്ടികൾ കൗതുകത്തോടെ വീട് തൊട്ടു നോക്കി, തള്ളി നോക്കി. വീടിന് ചുറ്റും കുട്ടിക്കൂട്ടം ആർത്തു രസിച്ചു. അവളും അവരോടൊപ്പം കൂടി. അവർ വരാന്തയിലും ഇടനാഴിയിലും അടുക്കളയിലും ഊണുമുറിയിലും കയറിയിറങ്ങി കളി തുടങ്ങി. പല പല നിറങ്ങളിലുള്ള ബലൂണുകൾ വീർപ്പിച്ച് ജനലുകളിലും വരാന്തയിലും കെട്ടി. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് വരവേൽപ്പ് നൽകി. കണ്ടോ കുട്ടികള്? അവസാനം നമ്മുടെ കുഞ്ഞുവീട് എവിടെ ഇറങ്ങി? സ്കൂൾ മുറ്റത്ത് ഇറങ്ങി അല്ലെ. കുട്ടികൾ നമ്മുടെ കുഞ്ഞുവീടിനെ വരവേറ്റു. അവിടെ എന്താ ചോദ്യം? എന്താ, നിങ്ങളുടെ സ്കൂൾ മുറ്റത്തേക്കാണ് കുഞ്ഞുവീട് വന്നതെങ്കിലോ എന്തായിരിക്കും നിങ്ങൾ ചെയ്യുക? എഴുതി നോക്കാം. ഞങ്ങൾ എല്ലാവരും വീടിന്റെ അടുത്തോട്ട് പോകും, എന്നിട്ട് വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാൻ ഉള്ളിൽ പോകും. കൂട്ടുകാരും ഒത്ത വീടിന് ചുറ്റും ഓടിക്കളിക്കും, വീട്ടിനുള്ളിൽ പൊത്തിക്കളിക്കും. അങ്ങനെ നിങ്ങൾ എന്താണ് ചെയ്യുക? കുഞ്ഞുവീട് നിങ്ങളുടെ സ്കൂൾ മുറ്റത്തേക്കാണ് വന്നതെങ്കിൽ എന്തൊക്കെ ചെയ്യും? അതാണ് ഇവിടെ എഴുതേണ്ടത് കേട്ടോ. അടുത്തത് നമുക്ക് ചോദ്യങ്ങൾ നോക്കാം. ശബ്ദം എന്ന വാക്കിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന പദം എന്താണ്? ആരവം. ഒരടി വയ്യ എന്ന പ്രയോഗം എന്താണ് സൂചിപ്പിക്കുന്നത്? മുന്നോട്ട് സഞ്ചരിക്കാൻ കഴിയാത്ത വിധമുള്ള ക്ഷീണവും തളർച്ചയും. അടിവരയിട്ട പദത്തിന് പകരം പദം പാഠത്തിൽ നിന്ന് കണ്ടെത്തി എഴുതാം. പാട്ടും കളികളുമായി കുഞ്ഞു വീടിന് സ്വീകരണം നൽകി. അതായത് ഇവിടെ എന്താണ്? സ്വീകരണം എന്നാണ് അടിവരയിട്ടിരിക്കുന്നത് അല്ലെ. പകരം എന്താ? വരവേൽപ്പ് അല്ലെ. വരവേൽപ്പാണ് നൽകുന്നത്. അടുത്തത് ഒരു ചെറിയൊരു പാട്ടാണ്, കുരുവി അല്ലെ. കുരുവി പക്ഷി നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കുരുവിയെ. അപ്പോ കുരുവിയെ കുറിച്ചുള്ള ഒരു ചെറിയൊരു പാട്ടാണ് കേട്ടോ. നമുക്കിത് വായിച്ചു നോക്കാം. വാ കുരുവി വരൂ കുരുവി, വാഴക്കൈമേലിരിക്കുരുവി, വാഴക്കൈമേലിരിക്കുരുവി, നാരു തരാം ചകിരി തരാം, കൂടുണ്ടാക്കാൻ കൂടെ വരാം. വെയിലല്ലേ ചൂടല്ലേ തണലിലിരിക്കുക സുഖമല്ലേ, നീ വെറുതെ പോകരുതേ തണൽ കിട്ടാതെ വലയരുതേ. ആരെഴുതിയ കവിത ഏത്? കവി ജി ശങ്കരക്കുറുപ്പിന്റെ കവിതയാണ് കേട്ടോ അത്. കുരുവിയാണ് ഇവിടുത്തെ വിഷയം. കുരുവിന്റെ അടുത്ത് നമ്മൾ പറയണം, കൂടുണ്ടാക്കാൻ കൂടെ വരാം, നാര് തരാം നിനക്ക്, ചകിരി തരാം, വെയിലല്ലേ ചൂടല്ലേ എന്ത് ചെയ്യാൻ? തണലിരിക്കാൻ പറയണല്ലേ കുരുവിയോട്. അടുത്തൊരു ക്ഷണക്കത്താണ്. അങ്ങനെ കുരുവി ഒരു കൂടുണ്ടാക്കി. ഗൃഹപ്രവേശത്തിന് കൂട്ടുകാരെ ക്ഷണിക്കണം. കുരുവി തീരുമാനിച്ചു. തയ്യാറാക്കിയ ക്ഷണക്കത്ത് വായിക്കാം. അപ്പോൾ കുരുവി കൂടുണ്ടാക്കി. എന്നിട്ട് ആ ഗൃഹപ്രവേശനത്തിന് കൂട്ടുകാരെ ക്ഷണിക്കാനായിട്ട് ക്ഷണക്കത്ത് തയ്യാറാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ ക്ഷണക്കത്തിന് ഹെഡിങ് കൊടുത്തിട്ടുണ്ട്, സ്ഥലം കൊടുക്കണം അല്ലെ. ക്ഷണക്കത്ത് മൈലാഞ്ചിമല, ഇവിടെ തീയതി കൊടുക്കുക. കൂട്ടുകാരെ, ഞാൻ ഒരു പുതിയ വീട് നിർമ്മിച്ചിട്ടുണ്ട്, അടുത്ത ഞായറാഴ്ച. അപ്പൊ ഇവിടെ വീണ്ടും നമ്മൾ തീയതി കൊടുക്കണം അല്ലെ. ഏതാണ് തീയതി കൊടുത്തു. അവിടെ താമസമാവുകയാണ്. രാവിലെ 10 മണിക്ക് മുത്തശ്ശി പ്ലാവിലെ ചുവട്ടിലെ മുല്ലപ്പന്തലിൽ വെച്ചാണ് ചടങ്ങ്. കുടുംബത്തോടൊപ്പം വരണേ. കുരുവി, മൈലാഞ്ചിമല. മറ്റേതെല്ലാം രീതിയിൽ ക്ഷണിക്കാൻ കഴിയും പറഞ്ഞു നോക്കാം. അപ്പൊ ഇവിടെ ക്ഷണക്കത്ത് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം? എല്ലാവരെയും ക്ഷണിക്കാം. അത് കൂടാതെ നമുക്ക് എങ്ങനെയൊക്കെ ക്ഷണിക്കാൻ കഴിയും? എന്തൊക്കെ ചെയ്യാം? ഒന്നെങ്കിൽ നമുക്ക് വാട്സപ്പ് അല്ലെ, മെസ്സേജ് രൂപത്തിൽ ചെയ്യാൻ പറ്റും. നമുക്ക് അവരെ എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ള നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ ഗൃഹപ്രവേശനത്തിന് ക്ഷണിക്കാൻ സാധിക്കില്ലേ, അല്ലെങ്കിൽ അവരെ ഫോൺ ചെയ്ത് ക്ഷണിക്കാൻ സാധിക്കും. അപ്പൊ അങ്ങനെ ഏതൊക്കെ രീതിയിൽ നമുക്ക് ക്ഷണിക്കാൻ സാധിക്കുന്നതാണ് ഇവിടെ ചോദ്യം കേട്ടോ. അടുത്തത് വായിക്കുന്നതാണ്. മറ്റൊരു തരത്തിലുള്ള ഒരു താമസ സ്ഥലത്തെ കുറിച്ചാണ് പറയുന്നത്. ഏറുമാടത്തെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഏറുമാടം? ഈ ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെയാണ് ഏറുമാടം ഉണ്ടാവുക. അപ്പൊ എന്താണ് ഏറുമാടം എന്നൊക്കെ നമുക്ക് ഇവിടെ വായിച്ചു നോക്കാം.
മരങ്ങളുടെ മുകളിൽ താൽക്കാലികമായി തയ്യാറാക്കിയ ചെറു വീടുകളാണ് ഏറുമാടങ്ങൾ. കാടുകളിലാണ് സാധാരണ ഇവ നിർമ്മിക്കുന്നത്. ഉറപ്പുള്ള ശിഖരങ്ങളിലാണ്, ശിഖരം വെച്ച കൊമ്പുകൾ ട്ടോ, ഏറുമാടങ്ങൾ പണിയുന്നത്. ഈറ്റ, മുള, വൈക്കോൽ, പുല്ല്, കാട്ടുവള്ളികൾ എന്നിവ ഇതിനായി ഉപയോഗിക്കുന്നു. കാട്ടിൽ വസിക്കുന്നവരാണ് ഏറുമാടങ്ങൾ കൂടുതലായും ഉപയോഗിക്കുന്നത്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഏറുമാടങ്ങൾ ഇന്ന് സാധാരണമാണ്. മനസ്സിലായല്ലോ ഏറുമാടം എന്താന്ന്? അപ്പൊ നമ്മളെ വീടിനെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ, പലതരത്തിലുള്ള വീടുകളെ കുറിച്ചുള്ള വീടുകളുടെ ചിത്രങ്ങൾ നമ്മൾ കണ്ടു. അപ്പൊ നമ്മൾ പറക്കുന്ന വീടിനെ കുറിച്ചാണ് നമ്മുടെ കഥയിൽ പറയുന്നത് അല്ലേ. അപ്പൊ എല്ലാ കൂട്ടർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായില്ലേ? എല്ലാവർക്കും നമ്മുടെ പറക്കുന്ന വീടൊക്കെ ഇഷ്ടമായില്ലേ? ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ കമന്റ്സ്, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. താങ്ക് യു.